നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. വടക്കൻ ഇസ്രയേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇറാൻ പിന്തുണയോടെ ലെബനൻ ആസ്ഥാനമായാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിനു നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെബനനിൽ നിന്ന് 35ഓളം റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായമൊന്നുമില്ലെന്നും ഇസ്രയേൽ അറിയിച്ചു. ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനനിൽ 376 പേരും ഇസ്രയേലിൽ 10 സൈനികരും 8 നാട്ടുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ ഡെമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്കു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് നീക്കം നടത്തുന്നത്. ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനനിൽ 376 പേരും ഇസ്രയേലിൽ 10 സൈനികരും 8 നാട്ടുകാരുമാണ് കൊല്ലപ്പെട്ടത്. സിറിയയിലെ ഡെമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 54 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 104 പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 7 ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 34,151 ഉയർന്നു. 70,084 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലെ നാസർ ഹോസ്പിറ്റലിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 283 കഴിഞ്ഞ മാസം ഇസ്രയേൽ സൈന്യം ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണിവർ. ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം രാവിലെ നടപ്പാതയിലേക്ക് കാർ ഓടിച്ചു കയറ്റി 3 ഇസ്രയേലുകാരെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പലസ്തീൻ യുവാക്കൾ അറസ്റ്റിലായി. അതേസമയം കൊളംബിയ സർവകലാശാലയുടെ ന്യൂയോർക്ക് സിറ്റി ക്യാമ്പസിൽ സർവകലാശാല പ്രസിഡന്റിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം 4 ദിവസം പിന്നിട്ടതോടെ ക്ലാസുകൾ ഓൺലൈനാക്കി. വ്യാഴാഴ്ച പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ 100ലേറെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ കടന്ന പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെയായിരുന്നു സമരം. പ്രസിഡന്റ് മിനോഷ് ഷഫീഖിന്റെ ഉത്തരവിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. നന്ദി.